Hi guys, welcome back to my channel My Way All Day. ನಾನು ಶೈನಿ ಶ್ರೀಧರ್. ಇವತ್ತು ವಿತೌಟ್ ಚೀಸ್ ಒಂದು ക്രീമി പാസ്ത ಹೆಂಗೆ ಮಾಡೋದೆಂಬುದನ್ನು നോಡೋಣ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചീസ് ഒന്നും ചേർക്കാതെ തന്നെ വളരെ ക്രീമി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അതിന് കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട്. അത് ബോയിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം, ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഓയിലും ആക്കിയിട്ട് നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ಪಾಸ್ತಾ ತೊಗೊಂಡಿದ್ದೀನಿ. ಅದು ಬಾಯ್ಲ್ ಮಾಡೋಕ್ಕೆ ಸ್ವಲ್ಪ ನೀರು, ರುಚಿಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು, ಒಂದು 1/2 ಟೀಸ್ಪೂನಷ್ಟು ಆಯಿಲು ಹಾಕ್ಕೊಂಡು ಬಾಯ್ಲ್ ಮಾಡೋಣ. ಒಂದು 2 ಟೇಬಲ್ ಸ್ಪೂನಷ್ಟು ಮೈದಾ ಹಿಟ್ಟು ಬೇಕಾಗುತ್ತೆ. 1 ರಿಂದ 1.5 ಟೇಬಲ್ ಸ್ಪೂನಷ್ಟು ಶುಗರು, 1 ಕಪ್ಪಷ್ಟು ಹಾಲು, ರುಚಿಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು, 1/4 ಟೀಸ್ಪೂನಷ್ಟು ಪೆಪ್ಪರ್ ಪೌಡರು, 1 ಟೀಸ್ಪೂನಷ್ಟು ಬೆಳ್ಳುಳ್ಳಿ ಚಿಕ್ಕದಾಗಿ ಚಾಪ್ ಮಾಡಿರೋದಿದೆ. ಅದರಲ್ಲಿ 1/4 ಟೀಸ್ಪೂನ್ ವೈಟ್ ಸಾಸಿಗೆ ಹಾಕ್ಕೊಳ್ಳೋಣ. ಬ್ಯಾಲೆನ್ಸ್ ಬರೋ 3/4 ടീസ്പൂണಷ್ಟು ആಮೇಲೆ യൂസ് ಮಾಡೋಣ. ഞാൻ വൈറ്റ് സോസിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഷുഗർ ചേർക്കാം. നമ്മളെ സ്വീറ്റ്നെസ് നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. പിന്നെ നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ നമുക്ക് വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ എടുക്കാം. 1 ಈರುಳ್ಳಿ ಚಾಪ್ ಮಾಡಿರೋದು, ಬೆಳ್ಳುಳ್ಳಿ 1/4 ಟೀಸ್ಪೂನಷ್ಟು ಚಿಕ್ಕದಾಗಿ ಚಾಪ್ ಮಾಡಿರೋದು, 2 ಟೇಬಲ್ ಸ್ಪೂನಷ್ಟು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಚಿಕ್ಕದಾಗಿ ಚಾಪ್ ಮಾಡಿರೋದು. ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ്. പിന്നെ ഒരു 1.5 മുതൽ 2 ಟೀಸ್ಪೂನ್ വരെ നമുക്ക് ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್ എടുക്കാം. 1/2ರಿಂದ 2 ಟೀಸ್ಪೂನಷ್ಟು ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್ ತೊಗೊಂಡಿದ್ದೀನಿ. അജ്വൈൻ 1/2 ടീസ്പൂനಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ഞാൻ അജ്വൈനാണ് എടുത്തിട്ടുള്ളത്. അജ്വൈൻ നമ്മൾ അയമോദകാണ്. ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ಟೀಸ್ಪೂൺ ಪಾಸ್ತಾ ಸೀಸನಿಂಗ್ എടുത്തിട്ടുണ്ട്. ಪಾಸ್ತಾ ಸೀಸನಿಂಗ್ ತೊಗೊಂಡಿದ್ದೀನಿ 1 ಟೀಸ್ಪೂನಷ್ಟು. ಬಟರ್ ಇಲ್ಲಾಂದರೆ ಗೀ ಯಾವುದಾದ್ರೂ ತೊಗೊಳ್ಬೋದು. ನನ್ನ ಹತ್ರ ಬಟರ್ ಇರಲಿಲ್ಲ, ಹಾಗಾಗಿ ಗೀ ತೊಗೊಂಡಿರೋದು. ಯಾವುದಾದ್ರೂ ಪರವಾಗಿಲ್ಲ. ഞാൻ ബട്ടർ അല്ലെങ്കിൽ ഗീ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഗീ എടുത്തതേ ഉള്ളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാനായിട്ടുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അത് ബോയിലായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ವೈಟ್ ಸಾಸಿനുള്ള ಮಿಕ್ಸ್ ರೆಡಿಯಾക്കാം. ಇವಾಗ ಪಾಸ್ತಾ ಬಾಯ್ಲ್ ಮಾಡೋಕ್ಕೆ ನೀರು ಬಿಸಿ ಮಾಡೋಣ. ಅಷ್ಟೊತ್ತಿಗೆ ಅದು ಬಿಸಿ ಆಗೋಷ್ಟೊತ್ತಿಗೆ ವೈಟ್ ಸಾಸಿಗೆ ಮಿಕ್ಸ್ ರೆಡಿ ಮಾಡೋಣ. ಮೈದಾ ತೊಗೊಂಡಿದ್ದೀನಿ. ಮೈದಾಗೆ ಸ್ವಲ್ಪ ಹಾಲು ಮಿಕ್ಸ್ ಮಾಡೋಣ. ತುಂಬ ತೆಳುವಾಗಿರಬೇಕು, ലൂസാಗಿರೋ കൺസിസ്റ്റൻസിയിൽ മിക്സ് ಮಾಡಬೇಕು. നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് മൈദ വളരെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി മതി. നമുക്ക് അത് ബോയിലാവുമ്പോൾ നമുക്ക് തിക്കായിട്ട് കിട്ടും. അതുകൊണ്ട് വളരെ ലൂസായിട്ടുള്ള ഒരു ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಮದಿ നമുക്ക്. ತುಂಬ ತೆಳುವಾಗಿರಬೇಕು. ಅದು ಬಾಯ್ಲ್ ಆಗೋಷ್ಟೊತ್ತಿಗೆ ಅದು ತಿಕ್ಕಾಗತ್ತೆ. ಹಾಗಾಗಿ ತುಂಬ ಲೂಸಾಗಿರೋ ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಇದ್ದರೆ ಸಾಕು. ಇವಾಗ ಅದಕ್ಕೆ ಶುಗರು, ಸಾಲ್ಟು, ಪೆಪ್ಪರ್ ಪೌಡರು, 1/4 ಟೀಸ್ಪೂನಷ್ಟು ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಶುಗರು ನಿಮಗೆ 1 ಟೇಬಲ್ ಸ್ಪೂನ್ ಸಾಕು ಅಂದರೆ 1 ಟೇಬಲ್ ಸ್ಪೂನ್ ಹಾಕ್ಕೊಳ್ಳಿ, ಇಲ್ಲಾಂದರೆ 1.5 ಟೇಬಲ್ ಸ್ಪೂನ್. ನಾನು 1.5 ടേബിൾ സ്പൂനಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ഞാൻ ഷുഗർ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റ്നെസ് വേണ്ടാന്നാണെങ്കിൽ അധികം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ മതി. പിന്നെ സാൾട്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള, പിന്നെ പെപ്പർ പൗഡർ ഒരു 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടി നമുക്കത് മിക്സ് ചെയ്ത് വയ്ക്കാം. ಇದೆல்லாம் ഒന്നായിട്ട് ಮಿಕ್ಸ್ ചെയ്യാം നമുക്ക്. ಇವಾಗ ಇದೆಲ್ಲ ಒಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಇವಾಗ ನೀರು ಬಿಸಿಯಾಗಿದೆ, ಅದಕ್ಕೆ ಸ್ವಲ್ಪ ಆಯಿಲನ್ನು ಮಿಕ್ಸ್ ಮಾಡೋಣ. ಆಯಿಲು, ಸಾಲ್ಟು ರುಚಿಗೆ ತಕ್ಕಷ್ಟು ಹಾಕ್ಕೊಳ್ಳಿ. ಅದಕ್ಕೆ ಪಾಸ್ತಾ ಹಾಕ್ಕೊಂಡು ಬಾಯ್ಲ್ ಮಾಡೋಣ. നമ്മൾ വെള്ളം നല്ലോണം ബോയിലായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും, നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടി ആക്കിയിട്ട് നമുക്ക് പാസ്ത അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ബോയിൽ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പാസ്ത അതിലേക്ക് ഇടുന്നുണ്ട്. നല്ലോണം ബോയിലായിട്ട് വരണം. നമുക്ക് ഇത്
വേറൊരു ബർണറിലേക്ക് വെച്ചിട്ട് അത് അവിടെ നിന്ന് ಬಾಯ್ಲ್ ಆಯ್ಕೋಟ್ಟೆ ಅಪ್ಪದಕ್ಕೆ നമുക്ക് ವೈಟ್ ಸಾಸ್ ಪ್ರಿಪೇರ್ ചെയ്യാം ಇವಾಗ ಇದು ಇನ್ನೊಂದು ಬರ್ನರಿಗೆ ಚೇಂಜ್ ಮಾಡೋಣ ಹಾಗೆ ಅದು ಬಾಯ್ಲ್ ಆಗಲಿ ಅಷ್ಟೊತ್ತಿಗೆ ವೈಟ್ ಸಾಸು ಪ್ರಿಪೇರ್ ಮಾಡೋಣ ಇವಾಗ ವೈಟ್ ಸಾಸ್ ಪ್ರಿಪೇರ್ ಮಾಡೋಣ ಅಷ್ಟು ಅದು ತಿಕ್ಕಾಗ್ತಾ ಇದೆ നമ്മൾ വൈറ്റ് സോസിനുള്ളത് നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് കുറേശ്ശായിട്ട് തിക്കായിട്ട് വരുന്നത് കാണാം അപ്പോൾ അതൊരു ഒരു റിബൺ കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ಟೀಸ್ಪೂನ್ ಗೀയും കൂടി ಹಾಕಿയിട്ട് എടുത്ത് ವയ്ക്കാം ಇವಾಗ ಅದೊಂದು ರಿಬನ್ ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಬರ್ತಾ ಇದೆ ಇವಾಗ 2 ಟೀಸ್ಪೂನ್ ಅಷ್ಟು ಗೀ ಹಾಕಿದ್ದೀನಿ ಬಟರ್ ಆದರೂ ಸಾಕು ಬಟರ್ ಇದ್ದರೆ ಬಟರ್ ಹಾಕ್ಕೊಳ್ಳಿ ಇಲ್ಲಾಂದರೆ ಗೀ ಇವಾಗ ವೈಟ್ ಸಾಸ್ ರೆಡಿಯಾಗಿದೆ ಇಲ್ಲಿ ಪಾಸ್ತಾ ಬಾಯ್ಲ್ ಆಗಿದೆ ಇದೊಂದು ನಾರ್ಮಲ್ ವಾಟರಿಗೆ ತೆಗೆಯೋಣ നമ്മളത് പാസ്ത ബോയിൽ ആയിട്ടുണ്ട് നമുക്കത് എടുത്തിട്ട് കുറച്ച് നോർമൽ വാട്ടറിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ ആ വാട്ടർ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് എടുത്താൽ മതി ಇವಾಗ ಪಾಸ್ತಾ ತೆಗೆದು ಇದು ನೀರಿಗೆ ಹಾಕೊಳ್ಳೋಣ ನಾರ್ಮಲ್ ನೀರಿಗೆ ಅಲ್ಲಿಂದ ಅದು ಫಿಲ್ಟರ್ ಮಾಡಿ ನೀರೆಲ್ಲ ತೆಗೆದು ಒಂದು ಕಡೆ ಎತ್ತಿಡೋಣ നമ്മളിപ്പോൾ പാസ്ത നമുക്ക് ആ വാട്ടറും കൂടി എടുത്തിട്ട് നമ്മൾ നല്ലോണം ഫിൽറ്റർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് വാട്ടറെല്ലാം കളഞ്ഞിട്ട് ഒരു ഭാഗത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ആക്കിയിട്ടുണ്ട് ഞാൻ ಗೀ അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ಹಾಕಿಯಾലും ಮതി ಇವಾಗ ಇನ್ನೊಂದು ಪ್ಯಾನಿಗೆ ಗೀ ಇಲ್ಲಾಂದರೆ ಬಟರ್ ಸ್ವಲ್ಪ ಹಾಕ್ಕೊಳ್ಳಿ ಅದಕ್ಕೆ ಈರುಳ್ಳಿ ಮತ್ತು ಬೆಳ್ಳುಳ್ಳಿ ಹಾಕ್ಕೊಂಡು ಹಿಂಗೆ ಫ್ರೈ ಮಾಡೋಣ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി പിന്നെ സവാളയും കൂടി ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ വൈറ്റ് സോസിൻ്റെ ആ മെത്തേഡ് നിങ്ങളത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മിക്സ് ചെയ്ത് വെച്ചത് ആ മിക്സ് ഇതിലേക്ക് ആക്കിയാൽ മതി എന്നിട്ട് അങ്ങനെ ബോയിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ಇವಾಗ ಇದಕ್ಕೆ ವೈಟ್ ಸಾಸ್ ಹಾಕ್ಕೊಳ್ಳೋಣ ನೀವು ವೈಟ್ ಸಾಸ್ ಪ್ರಿಪೇರ್ ಮಾಡಿಲ್ಲ ಅಂದರೆ ಅದು ಆ ಮೆಥಡ್ ನೀವು ಸ್ಕಿಪ್ ಮಾಡ್ಬೋದು ಇದಕ್ಕೆ ವೈಟ್ ಸಾಸ್ದು ಮಿಕ್ಸು ರೆಡಿ ಮಾಡಿ ಈ ಸವಾಳ ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ಫ್ರೈ ಆದಮೇಲೆ ಆ ಮಿಕ್ಸ್ ಇದಕ್ಕೆ ಹಾಕ್ಕೊಂಡು ಬಾಯ್ಲ್ ಮಾಡಿದ್ರೆ ತಿಕ್ಕಾಗತ್ತೆ ಹಾಗೂ ಕೂಡ ಮಾಡ್ಬೋದು ನಾನು ಸಪ್ರೇಟ್ ಅದು ರೆಡಿ ಮಾಡಿರೋದು ಎಷ್ಟು ಬೇಕು ಅಂತ ನೋಡ್ಕೊಂಡು ಹಾಕ್ಬೋದು ಅಂತ ಸಪ್ರೇಟು ಬಾಯ್ಲ್ ಮಾಡಿರೋದು ಅದು ಸಾಸು ಇದು ಕರೆಕ್ಟಾಗಿತ್ತು ಸಾಸು ಎಷ್ಟು ಇದಕ್ಕೆ ಕರೆಕ್ಟು ಸಾಸು ರೆಡಿ ಮಾಡಿರೋದು കംപ്ലീറ്റാക്കി അതിലേക്ക് മിക്സ് ಮಾಡ್ತಿದ್ದೀನಿ ഞാൻ സോസ് നമുക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ബോയിൽ ചെയ്തെടുത്തത് അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു ഈ സോസ് റെഡി ആയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ആ മിക്സ് ഒഴിച്ചിട്ട് കുറുക്കിയെടുത്താലും മതി പിന്നെ നമുക്കതിലേക്ക് പാസ്ത ആഡ് ചെയ്യാം ಇವಾಗ ಅದಕ್ಕೆ ಪಾಸ್ತಾ ಮಿಕ್ಸ್ ಮಾಡೋಣ ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸು ಹಾಕ್ಕೊಳ್ಳೋಣ ಖಾರ ಎಷ್ಟು ಬೇಕೋ ನೋಡ್ಕೊಂಡು ಹಾಕ್ಕೊಳ್ಳಿ നിങ്ങൾക്ക് എത്ര വേണം എരിവ് നോക്കിയിട്ട് ആക്കിയാൽ മതി നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ಅದು ನಲ್ಲೋಣ ಮಿಕ್ಸ್ ചെയ്തെടുക്കാം ಇವಾಗ ಅಜ್ವೈನ್ ಹಾಕೊಳ್ಳೋಣ ಒಂದು ಹಾಫ್ ಟೀ ಸ್ಪೂನಷ್ಟು ಅಜ್ವೈನ್ ತೊಗೊಂಡಿದ್ದೀನಿ ಅದು ಮಿಕ್ಸ್ ಮಾಡೋಣ ഞാൻ ഒരു ഹാഫ് ടീസ്പൂണ് അയമോദകമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാസ്ത സീസണിംഗ് ആണ് അത് 1 ടീസ്പൂണ് ഞാൻ ആക്കുന്നുണ്ട് ಪಾಸ್ತಾ ಸೀಸನಿಂಗ್ ತೊಗೊಂಡಿರ್ತೀನಿ ಅದು 1 ಟೀಸ್ಪೂನಷ್ಟು ಹಾಕ್ಕೊಳ್ಳೋಣ ಇದಕ್ಕೆ ಸಾಲ್ಟ್ ಇವಾಗ ಸ್ವಲ್ಪ ಕಡಿಮೆ ಇರಬಹುದು ಸಾಲ್ಟ್ ನೋಡಿಕೊಂಡು ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟು ಹಾಕ್ಕೊಳ್ಳಿ നമ്മൾ സാൾട്ട് ചിലപ്പോൾ കുറവാണെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി സാൾട്ട് ആക്കിയാൽ മതി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ಇವಾಗ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಹಾಕ್ಕೊಂಡು ಮಿಕ್ಸ್ ಮಾಡೋಣ ಇವಾಗ ಎಲ್ಲ ಮಿಕ್ಸ್ ಮಾಡಿದರೆ
ಪಾಸ್ತಾ ರೆಡಿ ಆಗುತ್ತೆ. ನಿಮಗೆ ಈ ವಿಡಿಯೋನ ಇಷ್ಟ ಆದರೆ ലൈക്ക് ಮಾಡಿ, ನಿಮ್ಮ ಫ್ರೆಂಡ್ಸಿಗೆ ರಿಲೇಟಿವ್ಸಿಗೆಲ್ಲ ഷെയർ ಮಾಡಿ. ಮತ್ತು സബ്സ്ക്രൈബ് ಇನ್ನೂ ಮಾಡಿಲ್ಲ ಅಂದರೆ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ಮಾಡಿ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രೈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ಇಷ್ಟಾവും. ಪಾಸ್ತಾ ರೆಡಿ ಆಗಿದೆ, ಟ್ರೈ ಮಾಡಿ ನೋಡಿ, ನಿಮ್ಗೆ ತುಂಬ ಇಷ್ಟ ಆಗುತ್ತೆ. ಥ್ಯಾಂಕ್ ಯು.